സിനിമാ തിരക്കുകൾക്കിടയിലും കുടുംബത്തെ കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കുന്ന നടിയാണ് ആശ ശരത്. ആശ എത്ര തിരക്കിലാണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ഒന്നും തന്നെ മറക്കാറില്ല. ഭർത്താവിൻ്റെയും മക്കളുടെയും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും തിരക്കുകയും എല്ലാം ചെയ്യും. ഇത്ര വലുതായിട്ടും സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തരായിട്ടും എപ്പോഴും അമ്മയെ ആഗ്രഹിക്കുന്നവരുമാണ് ഉത്തരയും കീർത്തനയും. അമ്മയുടെ സ്നേഹവും പരിഗണനയും അവർക്കെപ്പോഴും നിർബന്ധവുമാണ്. 18 വയസ്സിൽ വിവാഹിതയായി നാസിക് എന്ന സ്ഥലത്തെ തികച്ചും വ്യത്യസ്തമായ ഒരു മലയാളി കുടുംബത്തിലേക്ക് പറിച്ചു നടപ്പെട്ട ആശ ശരത് അന്നുവരെ ജീവിച്ച ജീവിതമേ ആയിരുന്നില്ല വിവാഹശേഷം. 2 മക്കൾക്ക് ജന്മം നൽകിയതും 3ാമത്തെ കുഞ്ഞിനു വേണ്ടി ആറ്റുനോറ്റിരിക്കെ സംഭവിച്ചതുമെല്ലാം ആശയുടെയും ശരത്തിൻ്റെയും മാത്രമല്ല, മക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം മനസ്സുകളെ വേദനിപ്പിച്ച സംഭവം കൂടിയായിരുന്നു. വീട്ടുകാരടക്കം കണ്ണീരോടെ തള്ളി നീക്കിയ ആ നാളുകൾ ഇന്നും മറക്കാനാകാത്ത ഓർമ്മകളാണ് ആശയ്ക്കും കുടുംബത്തിനും നൽകിയത്. 18ാം വയസ്സിലായിരുന്നു ആശ ശരത് വിവാഹിതയാകുന്നത്. അന്ന് ശരത്തിന് 25 വയസ്സും ആശയ്ക്ക് 18 വയസ്സുമായിരുന്നു പ്രായം. 18ഉം 25ഉം വയസ്സുള്ള 2 കുട്ടികൾ ഒരുമിച്ച് ജീവിക്കുന്നത് പോലെയായിരുന്നു ആ ദാമ്പത്യം. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കെ വിവാഹിതയായതിനാൽ തന്നെ 4 വർഷത്തോളം കഴിഞ്ഞാണ് ആശ ഗർഭിണിയാകുന്നതും. ഉത്തര ജനിച്ച് 2 വർഷത്തോളം കഴിഞ്ഞാണ് മകൾ കീർത്തനയും ജനിച്ചത്. അങ്ങനെയിരിക്കെയാണ് കീർത്തനയ്ക്ക് 2 വയസ്സാകവേ 3ാമതും ആശ ഗർഭിണിയാണെന്ന് അറിയുന്നത്. ശരിക്കും കീർത്തനയ്ക്കും ഉത്തരയ്ക്കും മാത്രമല്ല, കുടുംബം മുഴുവൻ സന്തോഷിച്ച നാളുകളായിരുന്നു അത്. എന്നാൽ നനച്ചിരിക്കാതെയാണ് ഗർഭകാല പ്രശ്നങ്ങൾ ആശയ്ക്ക് അനുഭവപ്പെടുന്നത്. എന്ത് സംഭവിച്ചാലും കുഞ്ഞിനൊന്നും പറ്റരുതേ എന്ന് മാത്രമായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പ്രാർത്ഥിച്ചത്. എന്നാൽ ആ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കി ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ നഷ്ടപ്പെടുകയായിരുന്നു ആശയ്ക്കും ശരത്തിനും. അതിനുശേഷം നാസിക്കിൽ നിന്നും ദുബായിലേക്ക് കുടിയേറുകയായിരുന്നു ഇരുവരും. ശരത്തിനുണ്ടായിരുന്ന ജോലി മാത്രമായിരുന്നു കുടുംബത്തിന്റെ വരുമാന മാർഗം. കുട്ടികളുടെ പഠനവും വീട്ടുചെലവും വാടകയും എല്ലാമായി മുന്നോട്ടു പോകില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവിടുത്തെ റേഡിയോയിൽ ആശ ജോലിക്ക് കയറുന്നത്. അതോടൊപ്പം കുട്ടികളെ നൃത്തം പഠിപ്പിക്കാനും ആരംഭിച്ചു. അതിനിടെയാണ് വീട്ടുവാടക താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നത്തിലേക്കും ചുവടുവെച്ചത്. ആശയുടെ അച്ഛൻ പകർന്നു നൽകിയ ധൈര്യം തന്നെയായിരുന്നു അതിന് താങ്ങായതും. എന്നാൽ കയ്യിൽ അഡ്വാൻസ് കൊടുക്കാൻ പോലും കാശില്ലാതിരിക്കെ സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ചിട്ടി ആരംഭിക്കുകയും സുഹൃത്തായ വിനുവിന് ലഭിച്ച ആദ്യത്തെ ചിട്ടിപ്പണം വീടിന് അഡ്വാൻസായി നൽകുകയും ചെയ്തു. അവിടെ നിന്നും ഒന്നൊന്നായി സ്വരുക്കൂട്ടി ആരംഭിച്ച ജീവിതമാണ് ഇന്ന് ഈ വലിയ നിലയിൽ എത്തി നിൽക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.